ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ചിപ്പിക്കൂണ്ട് ഒരു മഷ്റൂം കിറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഒരു പരീക്ഷണമാണ് കേട്ടോ. ഇത് എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. കൂണ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം, അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കവറിന് പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. എന്തായി കിട്ടും എന്നൊന്നും അറിയത്തില്ല. 250 രൂപയായിരുന്നു കേട്ടോ ഈ കിറ്റിൻ്റെ വില. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എന്താണെങ്കിലും അവർ പറഞ്ഞതുപോലെ ആ ഡോട്ടിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് അല്പം വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് വെച്ച് നോക്കാം. എന്താണെങ്കിലും കൂണ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. കൂണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് വന്നേ പിന്നെ നമുക്ക് കൂണൊന്നും കിട്ടിയിട്ടില്ല. എന്താണേലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ ഏതായാലും കട്ട് ചെയ്തെടുക്കും. ഏതായാലും കട്ട് ചെയ്തതാ പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കച്ചിയാണ് കേട്ടോ. കച്ചി ഒരു പ്രത്യേക രീതിയിൽ എന്തോ ആവിയൊക്കെ കയറ്റി പ്രത്യേക പ്രോസസ്സ് ചെയ്തിട്ടൊക്കെയാണ് ഇതിങ്ങനെ ആക്കിയെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ കിറ്റൊന്നും വാങ്ങിച്ച് കൂണ് വളർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഏതായാലും ആദ്യത്തെ പരീക്ഷണമാണ്. എന്താവുന്നൊന്നും അറിയില്ല. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൂടി ഉണ്ട്, ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ കട്ട് ചെയ്യണം. ഇതുപോലെ അകത്തുള്ള കവർ സാധാരണമായി മുറിച്ച് മാറ്റുക. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് ചെയ്യുവാണേ. ആദ്യം അവരിങ്ങനെ ഇൻറ്റു പോലെയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് മുറിക്കാനൊക്കെയുള്ള ഇത് തന്നിട്ടുണ്ട്. ഞാനങ്ങനെയൊക്കെ മുറിച്ച് വന്നപ്പോഴത്തേന് എനിക്കൊരു സംശയം, ഇത്തിരി ഇല്ലാത്ത സ്ഥലത്തൂടെ എങ്ങനെയാണ് കൂണ് പുറത്തേക്ക് വരുന്നത്. അപ്പം ഞാനത് മൊത്തം ആ പ്ലാസ്റ്റിക്കും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അതിന് വല്ല കുഴപ്പമുണ്ടാവുമെന്ന് അറിയത്തില്ല. എന്താണേലും ഞാനത് കട്ട് ചെയ്തു. എന്നിട്ട് വെള്ളമൊക്കെ ഇച്ചിരി സ്പ്രേ ചെയ്ത് ഏതായാലും അധികം വെളിച്ചമില്ലാത്തൊരു ഭാഗത്ത് നമ്മൾ, അതായത് ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം കിട്ടുകയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. എന്നാൽ വലിയ ഇരുട്ടത്തുമായി പോകരുത്. അങ്ങനെ ആദ്യത്തെ ദിവസം അനക്കൊന്നുമില്ലായിരുന്നു. ഇത് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇത്തിരി കണ്ടിരുന്നു. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ടാണ് കേട്ടോ ഇത്ര ഇത് വളർന്നത്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇങ്ങനെ എന്തോ ഒരു നമ്മുടെ കൊറോണ വൈറസിനെ പോലൊക്കെ ഇരിക്കുന്ന ഒരു സംഭവം പുറത്തേക്ക് വന്ന് ഇതിങ്ങനെ നിൽക്കുവാണേ. നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ട് രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോയി. വൈകുന്നേരം വന്നപ്പോൾ അത് ഇത്തിരി കൂടി വലുതായേ. അന്ന് തന്നെ വൈകുന്നേരം ഇത്തിരിയും കൂടെ വലുതായി. ഞങ്ങൾ വീണ്ടും സ്പ്രേ ഒക്കെ ചെയ്തു, അവിടെ എടുത്തു വെച്ചു കേട്ടോ. ഇത് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണേ. നോക്കിക്ക് എന്ത് രസമായിട്ട് അത് വന്നേക്കുന്നത്. പെട്ടെന്ന് അത് വലുതാവുന്നു ഒറ്റ രാത്രി കൊണ്ട്. അതായത് മൂന്നാമത്തെ ദിവസം ഈവനിങ് ആണ് ഈ കാണിക്കുന്നത്. മൂന്നാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ ഒരു രാത്രി ഒരു പകൽ അങ്ങ് കടന്നു പോയപ്പോൾ ഇത്രയും വലുതായി. അപ്പോൾ ഇത് അത്യാവശ്യം പറിക്കാറായി നിൽക്കുന്ന ഭാഗമാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഈ മൂന്നാമത്തെ ദിവസം വൈകുന്നേരം തന്നെ അത് പറിച്ച് കറി വെക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. ഈ ഭംഗി കൊണ്ട് ഞാൻ ഒരു ദിവസം അവിടെ നിൽക്കട്ടെ, പിറ്റേ ദിവസം രാവിലെ പറിക്കാം എന്നുള്ള രീതിക്ക് ഞാനത് ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് അവിടെ വെച്ചു. പക്ഷേ പിറ്റേ ദിവസം വന്നപ്പോൾ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പിറ്റേ ദിവസം നമ്മൾ പറിക്കാനെടുത്തപ്പോൾ ഇത് നമ്മളങ്ങനെ ഒത്തിരി ദിവസം വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല. കൂണല്ലേ അത്, മണ്ണിൽ നിന്നാൽ പോലും നമുക്കറിയാം ഒരു ദിവസം പഴകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പം അതിപ്പോൾ നമ്മൾ മണ്ണിലാണെങ്കിലും ഇങ്ങനെ വളർത്തുന്ന കൂണാണെങ്കിലും അത് ബാധകമാണ് കേട്ടോ. ഏതായാലും വൈകുന്നേരം പിറ്റേ ദിവസം നാലാമത്തെ ദിവസം രാവിലെ ഇതിനൊരു ഇങ്ങനെ ചുരുണ്ടു വന്നത്. അത് ചുരുണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് പറിക്കുന്ന സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഞാനിത് പറിക്കാമെന്ന് വിചാരിച്ചേ. കാരണം ഇത് കറി വെച്ച് കഴിയുമ്പോൾ ഇതിനൊരു കട്ടി ഫീൽ ചെയ്യും, റബ്ബർ പോലെയാവും ഇത്. നമ്മൾ വായിലിട്ട് ഇങ്ങനെ ചവയ്ക്കും, നമുക്ക് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. പക്ഷേ ഇതിങ്ങനെ വായിലിട്ട് നമ്മൾ ചവച്ച് കഴിയുമ്പോൾ ഇങ്ങനെ റബ്ബർ പോലെയാവും. എന്താണേലും നമ്മളിതങ്ങ് പറിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. കറി വെച്ചിട്ട് എല്ലാവർക്കും കൂട്ടാനുള്ളതുണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും എന്ന് പറയാൻ ഞാനും കൊച്ചോ കൂട്ടിയുള്ളൂ, വേറെ ആരും കൂട്ടി. ഞങ്ങൾ രണ്ടുമാണ് കേട്ടോ കൂണിൻ്റെ ആൾക്കാർ. അങ്ങനെ നമ്മളത് അടർത്തിയെടുക്കാൻ പോവുകയാണ്. അടർത്തിയെടുക്കാൻ നമ്മൾ ഒത്തിരി ബലമൊന്നും പ്രയോഗിക്കേണ്ട. കാരണം നമ്മൾ ഇത് അടർത്തിയെടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളം തളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ ഇതുപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ നമുക്കത് പതിയെ പറിച്ചെടുക്കാം. പറിക്കാനങ്ങ് മനസ്സ് വരുന്നില്ല, എങ്കിലും കൂണുകറി കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളതങ്ങ് പതിയെ ഇങ്ങനെ പെയ്യൊന്ന് തിരിച്ചിട്ട് അടർത്തിയെടുക്കുമ്പോഴത്തേനും അതിങ്ങ് പോന്നോളും കേട്ടോ. അപ്പം അത്യാവശ്യം ഇത്തിരി ഒരു ബലം കൊടുക്കണം. അങ്ങനെ നമ്മളത് അടർത്തിയെടുത്തു. ഏറ്റവും വലിയ മൂട് ആദ്യം അടർത്തിയെടുത്തേ. ആ ഒരെണ്ണേ വരുള്ളെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ ആ പ്ലാസ്റ്റിക് മുഴുവൻ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അത് അങ്ങനെ 2-3 ഇടത്തുനിന്ന് വന്നു. എന്താണ് ഇത്രയും വലുതാണ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കൂണ് കിട്ടിയിട്ടുണ്ട്. എന്താണേലും 250 രൂപയ്ക്ക് വലിയ നഷ്ടമൊന്നുമില്ല. കാരണം ഇനി ഇതിൽ നിന്ന് വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തത് അതിലും ചെറുതാണേ, അത്രയില്ല. ആദ്യം നമ്മൾ അടർത്തിയതിൻ്റെ അത്രയും ഇല്ല കേട്ടോ. എങ്കിലും ഉണ്ട്, അതുകൊണ്ടൊരു കുഞ്ഞി കറിക്കുള്ളതുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ 2-3 കറി വെക്കുന്നില്ല. ഇപ്പം തന്നെ എല്ലാം കറി വെക്കുക, മൊത്തം കറി വെക്കുവാണേ. അപ്പോൾ അതും കൂടെ ഞാനിങ്ങനെ അടർത്തിയെടുത്തു. പിന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു കുഞ്ഞി കൂണും കൂടെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാം
അടർത്തി എടുക്കണ്ടോ. ഇതുപോലെ തിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങ് വിട്ടു പോകുന്നോളും. ഇനിയും വരുമെന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലുണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് കേട്ടോ കൈകാര്യം ചെയ്യുന്നത്. കാരണം നശിപ്പിക്കാൻ പാടില്ലല്ലോ. വീണ്ടും നമുക്ക് വെള്ളമൊക്കെ തളിച്ച് വെച്ച് നോക്കാം. അത് സമയം രണ്ടാമത് വരുന്ന ഇച്ചിരി സമയം എടുക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നാവില്ല എന്ന് പറഞ്ഞത്. ഈ ഒരു അളവിൽ നമുക്ക് കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെറും 5 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കൂണ് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അല്ലേ. എന്താണേലും എനിക്കത് ഭയങ്കര, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നിങ്ങളിൽ പലരും ഇത് വാങ്ങിച്ചിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. എന്നാലും എനിക്കിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഇതിങ്ങനെ വളരുന്നതും. പിള്ളേർക്കാണെങ്കിലും ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് ഓരോ ദിവസവും ഇതിൻ്റെ മാറ്റമൊക്കെ അവരിങ്ങനെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നു അവർക്ക്. ഇതെങ്ങനെയാമോ ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വളരുന്നത് എന്നൊക്കെ അവർക്ക് ഭയങ്കര സംശയങ്ങൾ. ഏതായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അത് തോരൻ വെക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. കാരണം ഈ ഒത്തിരി മസാലകളൊക്കെ ഇട്ട് നമ്മൾ ഈ കൂണിൻ്റെ ആ തനതായ ടേസ്റ്റ് അങ്ങ് കളയരുതല്ലോ. ഈ ഒത്തിരി മസാല കിട്ടിയുമ്പോൾ ആ കൂണിൻ്റെ ടേസ്റ്റ് അങ്ങ് നശിച്ചു. എനിക്ക് തോരൻ വെക്കുന്നതാണ്, കൂൺ എപ്പോഴും തോരൻ വെക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്നത്. കാരണം അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് അന്നേരമാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആ കൊട പോലെയുള്ള ഭാഗമൊക്കെ നമ്മൾ ഒത്തിരി ചെറുതായിട്ടൊന്നും അരിഞ്ഞില്ല. തണ്ട് മാത്രം നമ്മൾ ഇത്തിരി ചെറുതായിട്ട് അരിഞ്ഞു. ഒത്തിരി ചെറുതായിട്ട് അരിഞ്ഞാൽ നമുക്ക് കൂണ് കടിക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇത്തിരി മുഴുപ്പിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞിടുന്നത്. നമുക്ക് കൂണെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഈ ഓയിസ്റ്റർ മഷ്റൂം കിറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കൂൺ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. നിങ്ങളിത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിനൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കൂണ് കിട്ടിയിട്ടുണ്ടോ, ടേസ്റ്റ് എങ്ങനെയായിരുന്നു, സാധാരണ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പഴിക്കുന്ന കൂണിനെ പോലെ ആയിരുന്നു എന്നൊക്കെ ഇത് പറയണേ. അങ്ങനെ അപ്പോൾ നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെക്കാം. പണ്ടൊക്കെ നമ്മുടെ പേരൻസൊക്കെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, വിഷമുള്ള കൂണാണെങ്കിൽ നമ്മളിങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് തിരുമ്മി വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ നിറം മാറും. നീല നിറവോ അല്ലെങ്കിൽ കറുപ്പ് നിറവോ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കൂണ് ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ളതാണ്. അപ്പം ഇതിപ്പം ഭക്ഷ്യയോഗ്യമൊക്കെയാണ് എങ്കിലും നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെക്കുവാണ്. കാരണം നമ്മളത് വാഷ് ചെയ്യുന്നില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒത്തിരി വെള്ളം അങ്ങ് കുടിച്ചിട്ട് നമുക്ക് കറി വെച്ച് വരുമ്പോഴത്തേനും, പിന്നെ കൂണിൻ്റെ സ്വാഭാവികമായിട്ട് ഇച്ചിരി വെള്ളമുണ്ട്, അതും കൂടെ ആകുമ്പോഴത്തേനും കൂണങ്ങ് ഭയങ്കരമായിട്ട് വെന്തളിഞ്ഞു പോകും, നമുക്ക് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകുന്ന കൂൺ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി പറിച്ചെടുത്തതല്ലേ. അപ്പോൾ അതങ്ങനെ വെള്ളത്തിലിട്ട് കഴുകി വാരി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമ്മി അങ്ങ് വെച്ചാൽ മതി. നമ്മൾ അടുപ്പിലേക്ക് വെച്ച് നമ്മൾ ഒന്നിളക്കി കഴിയുമ്പോഴത്തേന് ഈ കൂണിൽ നിന്ന് ഒത്തിരി വെള്ളം അങ്ങ് വരും. വേറെ എക്സ്ട്രാ വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ നമ്മളിതിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഒരല്പം തേങ്ങയും കൂടി വേണം. നമ്മൾ തോരൻ വെക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി തോരൻ വെച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കുറച്ച് വറ്റൽമുളക്, 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ഭയങ്കര ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴണ്ട് വരണം, അത്രേ ഉള്ളൂ. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പ്, പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച്, നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ബാക്കി പൊടികളൊക്കെ ഇടുന്നതിന് മുന്നേ, നമ്മൾ ഏത് കറിയാണെങ്കിലും അങ്ങനെ ചെയ്യുക. മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷമേ ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ ഒരു ലേശം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ആ കൂണിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. കാരണം കൂണിൻ്റെ ടേസ്റ്റും ഈ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും കൂണിന് നല്ലൊരു രുചി വരുവേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കൂണ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. ഈ വെള്ളത്തിൽ കിടന്ന് കൂണ് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ, കൂണിന് ഒത്തിരി വേവൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല. കൂണിൽ നിന്ന് വന്ന വെള്ളമാണ് കേട്ടോ. അതിൽ കിടന്ന് കൂണ് നന്നായിട്ട് വെന്തോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും വേണ്ട കേട്ടോ കൂണ് റെഡിയായി കിട്ടാനായിട്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ കൂൺ വെന്ത് വരുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് കൂൺ ഏകദേശം ഒന്ന് പാകമായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കും. ഒത്തിരി അരപ്പോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കരുത്. കാരണം നമുക്ക് ഈ കൂണിൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിലേക്ക് കുറേ മസാലകളൊക്കെ ആഡ് ചെയ്ത്, മസാലയൊക്കെ ചേർക്കുന്ന കറികളുണ്ട്. അരിക്കൂണൊക്കെ വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനത്തെ കൂണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് 2 മിനിറ്റോളം നമുക്ക് മൂടി വെച്ചും കൂടെ ഒന്ന് വേവിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നിരത്തിയിടാം. അപ്പോൾ ആ കൂണിലെ വെള്ളമെല്ലാം അങ്ങ് വറ്റിപ്പൊക്കോളും പെട്ടെന്ന് തന്നെ അതങ്ങ് നല്ല വാർന്ന്
തോരനായിട്ട് നമുക്ക് കിട്ടുവേ. അപ്പോൾ കൂൺ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ മഴ പെയ്ത് ഇടി വെട്ടി കൂണ് പറമ്പിലുണ്ടായി പറിച്ച് കറി വെക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൂൺ കറി കൂട്ടാട്ടോ. എന്താണെങ്കിലും പറമ്പിൽ നിന്ന് വെക്കുന്ന കൂണിൻ്റെ അതേ ടേസ്റ്റ് ഒന്നും അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി ചോയ്സാണ്. വീട്ടിൽ തന്നെ വളർത്തിയത് കൊണ്ടൊരു സന്തോഷവും. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഇതുപോലൊരു കിറ്റ് വാങ്ങിച്ച് എന്താണെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വയറ് നിറച്ച് വേറൊരു കറിയില്ല, കൂണുകറി തന്നെ കൂട്ടിയാണ് ചോറുണ്ടത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. വീണ്ടും ഞാൻ വെള്ളമൊക്കെ തെളിച്ച് കിറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും കൂണ് വരുവാണെങ്കിൽ നിങ്ങളതിനെ അറിയിക്കാട്ടോ. വീണ്ടും കൂൺ അതിലുണ്ടാകുന്ന വീഡിയോ ഞാൻ എടുത്ത് ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു കിറ്റൊക്കെ വാങ്ങിച്ച് വെച്ച് കൂണൊക്കെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കറി വെച്ച് കഴിക്കുക. അപ്പോൾ കൂണ് കിട്ടുന്നില്ല എന്നുള്ള സങ്കടവും മാറും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അവർക്കും ഇതൊക്കെ ഒരു പുതിയ അറിവാണെങ്കിൽ അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.